ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോഷ്യൽ സയൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 2ാമത്തെ ചാപ്റ്ററായ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് എന്ന ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്ന ദാദാഭായ് നവറോജിയെ കുറിച്ചാണ്. ഇത് നിങ്ങളിപ്പോൾ എഴുതാൻ പോകുന്ന NMMS പരീക്ഷയ്ക്കും അതേപോലെ തന്നെ ഭാവിയിൽ നിങ്ങൾ എഴുതുന്ന ഏതൊരു മത്സര പരീക്ഷയ്ക്കും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഇത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് നടത്തുന്നതായിരിക്കും. അത് നമുക്ക് ഗൂഗിൾ ഫോമിലൂടെ ചെയ്യാം. ലിങ്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ അടുത്ത ദിവസം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. എല്ലാവരും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അതുപോലെ ക്ലാസ് മുഴുവനായും കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ ആണേ. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാം. ദാദാഭായ് നവറോജി ജനിച്ച വർഷം 1825. അദ്ദേഹം ജനിച്ചത്, അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ബോംബെയിലാണ് ദാദാഭായ് നവറോജി 1825 ജനിച്ചത്. നെക്സ്റ്റ്, അദ്ദേഹം മരണപ്പെട്ടത് 1917 ജൂൺ 30-നാണ്. 1917 ജൂൺ 30-നാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് ഇവിടെ പറയുന്നത്. INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിന് INC ആ സംഘടനയ്ക്ക് INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നൽകിയ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജിയാണ്. 1885-ലാണ് INC രൂപീകൃതമാകുന്നത്. INCയുടെ ഫസ്റ്റ് പ്രസിഡന്റ് WC ബാനർജിയാണ്. രണ്ടാമത്തെ പ്രസിഡന്റ് ആയിരുന്നത് ആരാണ്? ദാദാഭായ് നവറോജി. അദ്ദേഹം ഇന്ത്യയുടെ INC പ്രസിഡന്റായി ആദ്യമായിട്ട് ചുമതലയേറ്റത് 1786-ലാണ്. 1785-ലാണ് INC രൂപീകൃതമായത്. 1886-ലാണ് ദാദാഭായ് നവറോജി ആദ്യമായിട്ട് INCയുടെ പ്രസിഡന്റ് ആവുന്നത്. നെക്സ്റ്റ്, സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അതിനുത്തരവും നമ്മുടെ ദാദാഭായ് നവറോജിയാണ്. സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി. INCയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആരായെന്ന് ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജിയാണ്. പക്ഷെ അവിടെ നമ്മൾ എടുത്തു പഠിക്കേണ്ട ഒരു പോയിന്റാണ്, ദാദാഭായ് നവറോജി INCയുടെ പ്രസിഡന്റായ വർഷം 1886-ആണ്. പക്ഷെ ആദ്യ പാഴ്സി പ്രസിഡന്റ് അല്ലെങ്കിൽ ആദ്യ പാഴ്സി മതവിശ്വാസിയായിരുന്ന പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ അതിനുത്തരവും ദാദാഭായ് നവറോജിയാണ്. കൺഫ്യൂഷൻ ആവല്ലേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ പാഴ്സി മതവിശ്വാസി ആര്? ഉത്തരം ദാദാഭായ് നവറോജി. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായവരിൽ 3 തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തി, കൺഫ്യൂഷൻ ആവരുത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 3 തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതും നമ്മുടെ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ആദ്യ അഹിന്ദു ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ അഹിന്ദു ആരാണെന്ന് ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജിയാണ്. ആദ്യത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ WC ബാനർജി. രണ്ടാമത്തെ പ്രസിഡന്റ് ആരായിരുന്നു? അത് ദാദാഭായ് നവറോജിയാണ്. ആദ്യ പാഴ്സി മതവിശ്വാസിയായ പ്രസിഡന്റാണ് ദാദാഭായ് നവറോജി. അദ്ദേഹമാണ് 3 തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തിയും. അവിടെ കൺഫ്യൂഷൻ വരല്ലേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റുമാരിൽ 3 തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജി. നെക്സ്റ്റ്, അവിടെ ഞാൻ വർഷങ്ങൾ പറഞ്ഞു തരാം. 3 തവണ INC പ്രസിഡന്റായ ആദ്യ വ്യക്തി എന്ന് നമ്മൾ പഠിച്ചു. അദ്ദേഹം പ്രസിഡന്റായ വർഷങ്ങൾ 1886, 1893, 1903.
1886 അദ്ദേഹം ആദ്യമായിട്ട് പ്രസിഡന്റായി. രണ്ടാമതും അദ്ദേഹം പ്രസിഡന്റ് ആവുന്നത് 1893 വീണ്ടും പ്രസിഡന്റ് ആവുന്നത് 1903 3 തവണയാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആരായിരുന്നു? ദാദാബായ് നവറോജി ആയിരുന്നു. ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആരായിരുന്നു? അതും നമ്മുടെ ഈ ദാദാബായ് നവറോജിയാണ്. പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ചോർച്ചാ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട വ്യക്തിയും ദാദാബായ് നവറോജിയാണ്. ദാദാബായ് നവറോജി സാമ്പത്തിക ചോർച്ച സിദ്ധാന്തത്തെക്കുറിച്ച് വിശദീകരിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പുസ്തകമായ പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. നെക്സ്റ്റ്, രാസ്ത് ഗോഫ്താർ വോയിസ് ഓഫ് ഇന്ത്യ, അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളാണ് രാസ്ത് ഗോഫ്താറും വോയിസ് ഓഫ് ഇന്ത്യയും. രാസ്ത് ഗോഫ്താർ പ്രസിദ്ധീകരിച്ചത് ഗുജറാത്തി ഭാഷയിലായിരുന്നു. ദാദാബായ് നവറോജിയുടെ പ്രസിദ്ധീകരണങ്ങൾ ചോദിച്ചാൽ ഉത്തരം രാസ്ത് ഗോഫ്താർ. രണ്ടാമതായിട്ട് വോയിസ് ഓഫ് ഇന്ത്യ. രാസ്ത് ഗോഫ്താർ പ്രസിദ്ധീകരിച്ചത് ഗുജറാത്തി ഭാഷയിലായിരുന്നു. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില വിശേഷണങ്ങൾ നോക്കാം. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്, ഉത്തരം ദാദാബായ് നവറോജി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം ദാദാബായ് നവറോജിയാണ്. ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ദാദാബായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ഗ്ലാഡ്സ്റ്റൺ എന്നറിയപ്പെടുന്നു. ഇതെല്ലാം ദാദാബായ് നവറോജിയെ അറിയപ്പെടുന്ന പേരുകളാണ്. ഏതൊക്കെയാണ്? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്, ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവ്, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, ഇന്ത്യൻ ഗ്ലാഡ്സ്റ്റൺ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ദാദാബായ് നവറോജിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അടുത്തത്. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി ആരാണ്? ഈ ചോദ്യത്തിന് ഉത്തരവും ദാദാബായ് നവറോജിയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയ വ്യക്തി ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരവും ദാദാബായ് നവറോജിയാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായ ആദ്യ ഏഷ്യക്കാരൻ ആരാണ്? ദാദാബായ് നവറോജിയാണ്. അപ്പോൾ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? അതും ദാദാബായ് നവറോജിയാണ്. ഏഷ്യയിലാണല്ലോ ഇന്ത്യ. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായ ആദ്യ ഏഷ്യക്കാരൻ അഥവാ ഇന്ത്യക്കാരൻ എന്ന ചോദ്യത്തിനുത്തരമാണ് ദാദാബായ് നവറോജി. ബ്രിട്ടനിൽ ഇന്ത്യയുടെ ആദ്യത്തെ അനൗദ്യോഗിക പ്രതിനിധി ആരായിരുന്നു എന്ന ചോദ്യത്തിനുത്തരവും ദാദാബായ് നവറോജിയാണ്. വേറെ ഒരു എക്സ്ട്രാ പോയിന്റ് ആണ്, ദാദാബായ് നവറോജിയുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ബ്രിട്ടൻ. ദാദാബായ് നവറോജിയുടെ പേരിൽ പുരസ്കാരം ഏർപ്പെടുത്തിയ രാജ്യമാണ് ബ്രിട്ടൻ. ദാദാബായ് നവറോജിയെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റിന്റെ ലിങ്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ അടുത്ത ദിവസം കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. എല്ലാവരും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു. സീ യു സൂൺ.